ഈ വിഷയം, അതായത് റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടും കഴിഞ്ഞ 35 ദിവസങ്ങളായി നിസ്സഹായരായി സമരത്തിന്റെ എല്ലാ മാർഗങ്ങളും പയറ്റുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ, അവർക്കൊപ്പം കൂടുതൽ റാങ്ക് പട്ടികയിലുള്ളവർ നമ്മുടെ ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിലേക്ക് വരികയാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ ജി വി ഹരി നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ജി വി ഹരി, കഴിഞ്ഞ മണിക്കൂറിൽ അങ്ങയുടെ പ്രസ്ഥാനത്തെ പ്രതികരിച്ചെത്തിയ ശ്രീ ബേസിൽ പാറേക്കുടിയോട് ഞങ്ങൾ ചോദിച്ചത് ഒരൊറ്റ ചോദ്യം മാത്രമാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി സർക്കാരിന്റെ കാലത്ത് 1,14,000-ഓളം പേരെ പിൻവാതിൽ വഴി താൽക്കാലിക നിയമനം നൽകി തിരികെ കയറ്റി എന്നതാണ് വിവരാവകാശ നിയമപ്രകാരം വരുന്ന വാർത്തകൾ. അവരൊന്നും തന്നെ ഒരു ടെസ്റ്റ് എഴുതുകയോ ഒരു തരത്തിലുള്ള ഇന്റർവ്യൂ നടത്തുകയോ ചെയ്യാതെ പിൻവാതിൽ വഴി കയറിയവരാണ്. എന്തുകൊണ്ട് ഈ സർക്കാർ വന്നപ്പോൾ അത്തരത്തിലുള്ള അനധികൃത നിയമനക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് ആ തസ്തികകളിലേക്ക് ഈ റാങ്ക് പട്ടികയിലുള്ളവരെ നിയമിക്കാൻ കഴിയുന്നില്ല? എന്താണ് തടസ്സം? നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ആളുകളെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് CPM-ന്റെ ആളുകളെ മുഴുവൻ അവർ തിരികെ കയറ്റിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ സ്ഥലത്തെയും ഇതുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്കറിയാവുന്ന പോലെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ പൂജപ്പുരയിൽ നമ്മുടെ ഈ സ്റ്റുഡിയോയുടെ തൊട്ടടുത്തിരിക്കുന്ന 2 സ്ഥാപനങ്ങളുടെ കാര്യം ഞാൻ പറയാം. ഒന്ന് സ്കോൾ കേരള എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. അത് SCRT ക്യാമ്പസിനകത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ പുതിയ ഓഫീസ് തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഈ വലിയ ശാലയിൽ അത് വരുന്നുണ്ട്. അവിടെയും ഒരുപാട് ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്ന പോലെ പല സ്ഥാപനങ്ങൾ CMAT, CDIT അങ്ങനെ തുടങ്ങുന്നുള്ള സർക്കാരിൻ്റെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ 100 കണക്കിന് CPM-ന്റെ പ്രവർത്തകരെ തിരികെ കയറ്റിയിട്ടു. ഇവിടെ എല്ലാമുള്ള ലിസ്റ്റ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. നമുക്ക് എല്ലാ സ്ഥലത്തിൽ നിന്ന് ഇപ്പോൾ ആരോഗ്യവകുപ്പിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തിയിട്ടുള്ളത്. അതിനകത്ത് തന്നെ പിരിച്ചുവിടലടക്കം നടക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, സർക്കാരിൻ്റെ നിങ്ങൾക്കറിയാവുന്ന പോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ചെയർമാൻമാരടക്കം സർക്കാരിന് പിരിച്ചുവിടേണ്ടി വരുന്നൊരു സാഹചര്യമാണ്. അവരൊക്കെ ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇപ്പോഴും അതിനകത്ത് കടിച്ചു തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വ്യവസായ വകുപ്പിനകത്തുള്ള ഏകദേശം 25ഓളം സ്ഥാപനങ്ങളിലുള്ള ആളുകളുടെ സേവനം അവസാനിപ്പിച്ച് ഉത്തരവിറക്കേണ്ട സാഹചര്യമുണ്ടായി. അപ്പോൾ ഇങ്ങനെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള ആളുകൾ CPM-ന്റെ ആളുകളെ തിരികെ കയറ്റി കഴിഞ്ഞ 10 വർഷം അവർക്ക് ആവശ്യമായ ചെല്ലും ചെലവും കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും പബ്ലിക് സർവീസ് കമ്മീഷൻ നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും നമ്മുടെ എല്ലാവർക്കും ഇക്വാലിറ്റി, റൈറ്റ് ടു ഇക്വാലിറ്റിയാണ്. അത് തുല്യതയുടെ അവകാശമാണ്. അതുകൊണ്ട് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വരുന്ന ആളുകളെ നിയമിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി ഈ സർക്കാർ സ്വീകരിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് മാത്രമല്ല, ഈ 10 വർഷക്കാലമായി പബ്ലിക് സർവീസ് കമ്മീഷനിൽ പോലും നമ്മൾ പരിശോധിച്ച് നോക്കണം. പബ്ലിക് സർവീസ് കമ്മീഷനിലെ നമ്മൾ പുറത്തു വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന വാർത്തകളാണ്. ഇപ്പോൾ SIT അത് പ്രത്യേക അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ മുമ്പിൽ വരുന്നത് ഇതിനകത്ത് 21 അംഗ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങൾ 21 എണ്ണമുണ്ട്. ഈ 21 അംഗങ്ങളിൽ ഒരാൾക്ക് പോലും ഈ പറയുന്നത് പോലുള്ള പല ആളുകളും ഈ രാഷ്ട്രീയ പ്രേരിത രാഷ്ട്രീയപരമായിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സ് ആണ് പലയിടത്തും നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പല പരീക്ഷകളിലും നമുക്ക് വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് പല പരീക്ഷകളും പുറത്ത് അതിൻ്റെ ക്വസ്റ്റ്യൻ അതിനോടകം തന്നെ ലീക്കായിട്ടുണ്ട്, അല്ലെങ്കിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കും എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷനിൽ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ പട്ടികയിൽ വന്ന ആളുകൾക്കൊപ്പമാണ്. പക്ഷേ സർക്കാരിനുള്ള പരിമിതി എന്താണ്? സർക്കാരിന് ഒരുപാട് പരിമിതികളുണ്ട്. സർക്കാരിൻ്റെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ കൃത്യമായി തന്നെ എവിടെയൊക്കെ ഒഴിവുകളുണ്ട് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യപ്പെടണം. അത് റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ അത് നമുക്ക് പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് അറിയിക്കാനും അതിനാവശ്യമായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ നിലവിലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു കാര്യവും നമുക്ക് നിലവിലുണ്ട്. അതുമാത്രമല്ല, സാമ്പത്തിക പ്രതിസന്ധി വളരെ വലുതാണ്. ഇപ്പോൾ അറിയാം, കഴിഞ്ഞ 10 വർഷം കൊണ്ട് ദുർച്ചെലവും ദൂർത്തും കൊണ്ട് സർക്കാർ വലിയ കടക്കണിയിലാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൽ നിന്ന് കരകയറി മുന്നോട്ട് വരാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഉദ്യോഗാർത്ഥികൾക്കൊപ്പം തന്നെയാണ് ഞങ്ങൾ ഉള്ളത്. അവർക്ക് എന്തൊക്കെ തരത്തിലുള്ള സഹായം ചെയ്തു കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുമോ അതൊക്കെ ചെയ്തു കൊടുക്കാനുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവരൊക്കെ തീർച്ചയായിട്ടും പരിഗണന അർഹിക്കുന്നവരാണ്, കഴിവുള്ളവരാണ്. അങ്ങനെയുള്ള ആളുകളെ തീർച്ചയായിട്ടും സർക്കാർ സംരക്ഷിച്ച് തന്നെയായിരിക്കും മുന്നോട്ട് പോവുക.